തലയിൽ വെച്ചവരാണ്. അത് ഭാരമുള്ളതാണ്. അപ്പോ ഞാൻ നിങ്ങളോട് ചെയ്യണം ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭാരം തോന്നുന്നുവെങ്കിൽ റഹ്മാൻ, ഇത് പറയുന്നത് കാരുണ്യവാനാണെന്ന് വിചാരിച്ചേക്കണം. ഞാൻ നിങ്ങളോട് കരുണയുണ്ടായിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്റെ സ്വർഗത്തിലേക്ക് വരണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് എന്റെ നിയമങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആകെ ബുദ്ധിമുട്ടായി ഇടങ്ങേറായി ജീവിക്കല്ല. ഇത് റഹ്മാൻ, കാരുണ്യവാനാണ് എന്നോട് ഈ പറയുന്നത്. നോക്കണം, അള്ളാഹുവിന്റെ നിയമത്തെ പറ്റി പറയുമ്പോ അള്ളാഹു റഹ്മാൻ എന്നാ പ്രയോഗിക്കുന്നത്. കാരുണ്യവാനാണ്, നിങ്ങളോട് റഹ്മത്തോണ്ടാണ് ഈ പറയുന്നത്. റോഡ് മുറിച്ചു കടക്കാൻ ഓടി കയ്യിന്ന് കുതിരയോടുന്ന കുഞ്ഞിനെ കൈപിടിച്ചു വെക്കുന്ന ഉമ്മ, ഈ കുഞ്ഞിനെ അറിയില്ല എന്തിനാ എന്റെ ഉമ്മ ഈ പിടിച്ചു വെക്കുന്നത്. കുഞ്ഞിനെ അപ്പുറം കണ്ടത് എന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോണം, പക്ഷെ റോഡ് ക്രോസ് ചെയ്താൽ ആക്സിഡന്റ്, കുഞ്ഞ് മരിച്ചു. കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഉമ്മ. ഇത് റഹ്മത്താണ് മോനെ, ഉമ്മാക്ക് റഹ്മത്ത് കൊണ്ടാണ് ഈ ഉമ്മയെ പിടിച്ചു വെച്ചത് എന്ന് പറഞ്ഞു തരുന്ന പോലെ അവിദു റഹ്മാൻ, യാ അല്ലാഹ്, അർ-റഹ്മാൻ, കാരുണ്യവാൻ. അല്ലാഹു തആല അല്ലമൽ ഖുർആൻ, അല്ലാഹു തആല ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഖുർആൻ പഠിപ്പിച്ചു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ ശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോ എന്റെ പരിമിതമായ അറിവിൽ നിന്ന് മനസ്സിലാവുന്ന ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതിലേറെ അറിയുന്ന ആൾക്കാർ സദസ്സിലിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതിലും അറിയുന്ന വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, ഏതൊരാൾക്ക് മീതെയും അയാളെക്കാൾ അറിയുന്ന മറ്റൊരാളുണ്ടെന്നാണ്. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, വേറൊരു കാര്യമായ അലിം വന്ന് ഈ സൂറത്ത് പഠിപ്പിച്ചെന്നാൽ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞതൊന്നുമല്ലാത്ത 1000 കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ടാവും. പക്ഷെ നമുക്കറിയുന്നത് പറഞ്ഞു കൊടുക്കാം. നമുക്കൊരു ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അതൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഒരു ഖുൽഹു അല്ലാഹു അഹദിന്റെ റൂമിലുള്ള ആൾക്ക് നിസ്കരിക്കാൻ വയ്യ, ഫാത്തിഹയും ഖുൽഹു അല്ലാഹു അഹദ് അറിഞ്ഞവനെ എത്ര നിസ്കരിക്കാം. അതുകൊണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ, നിങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കും, നിങ്ങൾക്കും കിട്ടുകൂലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അത് പഠിപ്പിക്കും. എന്താണ് പറ്റുന്നത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, നിങ്ങളിൽ ഖൈർ ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ അറിയുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം ഒരാൾക്ക് തോന്നി ഞാൻ ഈ ചെയ്തതിനേക്കാളൊക്കെ ഖൈർ മറ്റോന്റെ കയ്യിലാണ്. പറഞ്ഞു, ഒരാൾ ഹാഫിളായി, കുട്ടി പഠിച്ച് ഹാഫിളായി എന്ന് വിചാരിക്കുക. ഹാഫിളായ കുട്ടിക്ക് തോന്നാണ്, പഠിച്ചോനെ ഞാനിപ്പോ ഈ ഹാഫിളായ കാലം കൊണ്ട് ഒരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് തോന്നിപ്പോയാൽ അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിഷേധിച്ചു എന്നാണ് അതിനർത്ഥം. മഅദല്ലാഹ്, അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ അവരൊക്കെ വളരെ ചെറിയ ശമ്പളം പറ്റി ജീവിക്കുന്നവരാണ്, അല്ലേ? പക്ഷേ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല, പടച്ചോനെ എന്നെക്കാളും ഖൈറ് അള്ളാഹു ഈ ഒരു പൊസിഷൻ. മദ്രസയിലെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, അറബി കോളേജുകളിലും മദ്രസകളിലും പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവർക്ക് ശമ്പളം കൂട്ടാന്ന് പറഞ്ഞ കമ്മിറ്റി ഭയങ്കര ഒച്ചപ്പാടാ. സുബ്ഹാനല്ലാഹ്, 1000-2000 കൊടുത്തിട്ട് ഈ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ ജോലി ചെയ്യുക. അവർക്ക് എന്തെങ്കിലും വീടുണ്ടാക്കണ കുട്ടികളെ കെട്ടിക്കണമെങ്കിൽ വിസിറ്റ് എടുത്ത് വരണം. അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണില്ല. എന്നാ കൊടുക്കല്ലേ ഒരു 1000 റുപ്യ. പടച്ചോനെ എന്താണ് എന്റെ കുഷാറ്, യാ അല്ലാഹ്, ഒരു 1000 റുപ്യക്ക് കൂട്ടാൻ വയ്യ. ഈ ഉസ്താദുമാർ കൊടുക്കണ മുഴുവൻ ശമ്പളം അവന്റെ പുരക്ക് ഒരു ദിവസം തിരയുണ്ടാവില്ല. അത് ചിന്തിക്കൂല. അവർക്ക് മാന്യമായ മഅീഷ കൊടുക്കണം, മആഷ കൊടുക്കണം. നിങ്ങളൊക്കെ എന്റെ കമ്മിറ്റിക്കാരാണെങ്കിൽ നാട്ടിൽ ഇത് റൈസ് ചെയ്യണം ഇത്തരം വിഷയങ്ങൾ. ഖൈറുക്കും മൻ, നിങ്ങളിൽ ഖൈറായവർ അവരാണ്. അവർക്ക് ഒരിക്കലും തോന്നിപ്പോകരുത്, പടച്ചോനെ ഈ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന കാലം കൊണ്ട് എനിക്ക് വല്ല ബിസിനസ്സും തുടങ്ങിയിരുന്നെങ്കിൽ, അല്ലെ വല്ല കാട് കച്ചവടോ മറ്റേന്തെങ്കിലും ടൈപ്പിംഗ് സെന്ററോ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന്, അതായിരുന്നു പടച്ചോനെ ഖൈർ എന്ന് അവർക്ക് തോന്നാൻ ഇടവരുത്തരുത് നമ്മൾ. ഖൈറുക്കും, അല്ലാഹു ചെയ്ത വലിയ നിഅമത്ത് അതാണ്. ഏറ്റവും വലിയ നിഅമത്ത് ഖുർആൻ പഠിക്കാൻ മനസ്സിലാക്കാനും നമുക്ക് അതിനുള്ള ബ്രെയിനും അതിനുള്ള തലച്ചോറും സഅത്തുസ് സദർ, ഹൃദയത്തിന്റെ വിശാലതയും അല്ലാഹു തരുന്നത് വലിയ നിഅമത്താണ്. അത് നമ്മുടെ ഉമ്മത്തിൽ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അർ-റഹ്മാൻ, കാരുണ്യവാനാണ് അല്ലാഹു. ഈ കാരുണ്യത്തിൽ കോടാനു കോടി കാരുണ്യങ്ങൾ മുഴുവനും അങ്ങോട്ട് എടുത്തു വെച്ചാൽ അതിലെ ഏറ്റവും ആദ്യം പറയേണ്ട കാരുണ്യം എന്താണ്? അല്ലമൽ ഖുർആൻ, അല്ലാഹു നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചില്ലേ എന്നതാണ്. യാ അല്ലാഹ്, ഭാഷയില്ലാത്ത, അല്ലേ, കലാമുകളില്ലാത്ത വാക്കുകൾ അല്ലാഹുവിന്റെ വചനത്തെ സംബന്ധിച്ച് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അങ്ങനത്തെ റബ്ബ് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ
അറബ് ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന ശൈലിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഒരു മീഡിയേറ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അറബ് മനസ്സിലാക്കുന്നവർക്ക് എളുപ്പം ഗ്രഹിക്കാവുന്ന രീതിയിൽ അല്ലാഹുവിന്റെ കലാം ഒരു ഗ്രന്ഥമായി നമുക്ക് തന്നില്ലയോ? ഇതിനു വലിയ നിഅമത്ത് എന്താണ്? അല്ലമൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചു. ഇത് വലിയ നിഅമത്താണ്. എന്തെല്ലാം നിഅമത്ത് പറയാനുണ്ട്. അല്ലമൽ ഖുർആൻ എന്നിട്ടാ പറയുന്നത് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. നേരത്തെ പറഞ്ഞു, നേരെ മറിച്ചാ പറയേണ്ടെന്ന് തോന്നിപ്പോകും. കാരുണ്യവാൻ, മനുഷ്യനെ പടച്ചു, ഖുർആൻ പഠിപ്പിച്ചു. കാരണം മനുഷ്യനാണല്ലോ ഖുർആൻ പഠിപ്പിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞതോ കാരുണ്യവാൻ, ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു. എന്ത് ലക്ഷ്യത്തിന് മനുഷ്യനെ പടക്കുന്നു? നമ്മൾ എന്തിനാ ഒരു സാധനം ഉണ്ടാക്കേണ്ടത്? അതിന്റെ ലക്ഷ്യം കാലേ കൂട്ടി കണ്ടെത്തണം. അല്ലാഹു മനുഷ്യനെ കാരണം ലക്ഷ്യം ഉണ്ടായിട്ടേ സാധനം ഉണ്ടാക്കുള്ളൂ, അല്ലേ? നമുക്ക് പൈസ ഉണ്ടാക്കണം, അതിനാ നമ്മൾ ജോലിക്ക് പോണത്. ആദ്യം ആ ലക്ഷ്യം മനസ്സിൽ വരുന്നുണ്ട്, അല്ലേ? അതിനാ ബിസിനസ് തുടങ്ങുന്നത്, അല്ലേ? നല്ല റാഹത്തുള്ളൊരു കുടുംബജീവിതം വേണം, ഇത് ആഗ്രഹിക്കുമ്പോഴാണ് വിവാഹത്തിലേക്ക് പോകുന്നത്. ലക്ഷ്യം ഉണ്ടായിട്ടാ നമ്മൾ ആ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അള്ളാഹു മനുഷ്യനെ പടക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? അല്ലമൽ ഖുർആൻ, ഈ ഖുർആൻ അറിയാനാ. ഇത് ഭൂമിയുടെ മനുഷ്യനെ ആകാശലോകവുമായി ബന്ധിപ്പിക്കുന്ന അള്ളാഹുവിന്റെ കയറാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം. ഇത് മനുഷ്യനെ മലക്കുകളുടെ ലോകത്തേക്ക്, അള്ളാഹുവിന്റെ ലോകത്തേക്ക് പടച്ചതമ്പുരാനുമായി ബന്ധിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ അറിയണം. ഈ അറിയിപ്പ് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല പറയുന്നു, കുൻതു കൻസൻ മഖ്ഫിയൻ ഫഅഹ്ബബ്തു അൻ ഉഅറഫ ഫഖലഖതുൽ ഖലായിഖ്. കുൻതു കൻസൻ മഖ്ഫിയൻ, മനുഷ്യരില്ലാത്തൊരു കാലം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ഭൂമിയോ പ്രപഞ്ചങ്ങളോ ഇല്ലാത്ത കാലം ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ അറിയപ്പെടാത്ത ഒരു നിധിയായിരുന്നു. അല്ലാഹു തആല പറയാ, കൻസൻ മഖ്ഫിയൻ, ഒരു ട്രഷർ, an unknown treasure, ആർക്കും അറിയാത്ത ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു ഞാൻ. അല്ലാഹു പറയാൻ, ഫഅഹ്ബബ്തു അൻ ഉഅറഫ, ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖതുൽ ഖലായിഖ്, അങ്ങനെയാണ് ഞാൻ സൃഷ്ടിജാലങ്ങളെ പടച്ചത്, അങ്ങനെയാണ് മനുഷ്യനെ പടച്ചത്, ആകാശ ലോകങ്ങൾ പടച്ചത് എന്നെ അറിയാൻ വേണ്ടിയാണ്. അപ്പൊ എന്നെ അറിയുക എന്നതാണ് സൃഷ്ടിപ്പിന്റെ പിന്നിലെ ലക്ഷ്യം. അള്ളാഹുവിനെ അറിയുന്നത് എവിടെയാണ്? അള്ളാഹുവിന്റെ വാക്കുകളിലൂടെയാണ്, പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അതുകൊണ്ട് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ ഞാൻ പടച്ചു. നമ്മൾ സൂറത്തുൽ ഖമറിന്റെ അവസാനവും സൂറത്തുർ റഹ്മാൻ അർ-റഹ്മാനും തുടങ്ങിയതും ഇൻദ മലീകി മുഖ്തദിർ എന്ന തൊട്ടുമുമ്പത്തെ സൂറത്തിലെ ആ ആയത്തും അർ-റഹ്മാനും തമ്മിലുള്ള ബന്ധം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഓരോ ഭാഗങ്ങളും അത്ഭുതമാണ്. ഖുർആൻ ഒരുമിച്ച് എല്ലാം തൊട്ടടുത്ത വിഷയവുമായി ബന്ധിച്ചിരിക്കുകയാണ്. ദിൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു മഹത്വമുടയവനാണ്, അല്ലാഹു കാരുണ്യമുള്ളവനാണ്. ഇത് കഴിഞ്ഞിട്ട് ഇദാ വഖഅത്തിൽ വാഖിഅഹ്, സംഭവിക്കേണ്ട ആ ഒരു ഭയാനകമായ സംഭവം നടക്കുമ്പോൾ, ഖിയാമത്ത് നാള് നടക്കുമ്പോൾ, ലൈസ ലിവഖഅതിഹാ കാദിബ, സൂറത്തുൽ വാഖിഅ തുടങ്ങുന്നത്. അല്ലാഹുവിന്റെ ദുൽ ജലാലി വൽ ഇക്റാം, പടച്ചവന്റെ ഔദാര്യവും അവന്റെ മഹത്വവും ശരിക്കും മനസ്സിലാകുന്നത് എവിടെയാണ്? മഹ്ശറായിലാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, പടച്ചതമ്പുരാന് മാത്രമാണ്. ഈ ജലാലും ഇക്റാമും ശരിക്കും അനുഭവിക്കേണ്ടതും മനസ്സിലാക്കുന്നതും എവിടെയാണ്? ആഖിറത്തിലാണ്, ഖിയാമത്ത് നാളിലാണ്. അതുകൊണ്ട് തൊട്ടുടനെ പറയുന്ന സൂറത്തുൽ വാഖിഅ സൂറത്തുർ റഹ്മാനിന്റെ അവസാനവുമായി ബന്ധിച്ച് കിടക്കണം. ഇങ്ങനെ ഓരോ സൂറത്തും ഇങ്ങനെ വന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തിലേക്ക് എത്തി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബ്ദൂൻ, ഓ അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന റബ്ബിനെ നിങ്ങളും ആരാധിക്കണില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ, ഇതിനെ മറ്റൊന്നിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റൂല. അതാണ് സൂറത്തിന്റെ അവസാനം. അവർ പറയാൻ കാരണം ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞു, മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കക്കാരായ ആളുകൾ, ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെയുള്ള ആളുകൾ, അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള ആളുകൾ, വലീദ് ബിൻ ഉഖബയെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് പറയാണ്, നമുക്കൊരു കോംപ്രമൈസ് ആയിക്കൂടെ? അള്ളാനെ ഞങ്ങൾ